യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 39. ബാബിലോൺ ദൂതന്മാർ. അക്കാലത്ത് ഹെസക്കിയാ രാജാവ് രോഗിയായിരുന്നിട്ടും സുഖം പ്രാപിച്ചു എന്ന് കേട്ട് ബലാദാൻ്റെ പുത്രനും ബാബിലോൺ രാജാവുമായ മെറോദാക്കു ബലാദാൻ എഴുത്തുകളും സമ്മാനങ്ങളുമായി ദൂതന്മാരെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. ഹെസക്കിയ അവരെ സ്വീകരിച്ചു. അവൻ തൻ്റെ ഭണ്ഡാരവും വെള്ളിയും സ്വർണവും സുഗന്ധവ്യഞ്ജനങ്ങളും പരിമള തൈലവും തൻ്റെ ആയുധശാല മുഴുവനും സംഭരണശാലകളിൽ ഉണ്ടായിരുന്ന സർവ്വവും അവർക്ക് കാണിച്ചു കൊടുത്തു. ഹെസക്കിയ അവരെ കാണിക്കാത്തതായി അവൻ്റെ കൊട്ടാരത്തിലോ രാജ്യത്തിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. യേശയ്യാ പ്രവാചകൻ ഹെസക്കിയ രാജാവിനെ സമീപിച്ച് ചോദിച്ചു, ഇവർ എന്തു പറഞ്ഞു? അവർ എവിടെ നിന്ന് നിൻ്റെ അടുത്ത് വന്നു? ഹെസക്കിയ പറഞ്ഞു, അവർ വിദൂര സ്ഥലമായ ബാബിലോണിൽ നിന്നാണ് എൻ്റെ അടുത്ത് വന്നത്. അവൻ ചോദിച്ചു, അവർ നിൻ്റെ ഭവനത്തിൽ എന്തെല്ലാം കണ്ടു? ഹെസക്കിയ പറഞ്ഞു, എൻ്റെ ഭവനത്തിലുള്ളതെല്ലാം അവർ കണ്ടു. ഞാൻ അവരെ കാണിക്കാത്തതായി എൻ്റെ സംഭരണശാലകളിൽ ഒന്നുമില്ല. യേശയ്യ ഹെസക്കിയായോട് പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വാക്ക് ശ്രവിക്കുക. നിൻ്റെ ഭവനത്തിലുള്ളതും ഇന്നുവരെ നിൻ്റെ പിതാക്കന്മാർ സമ്പാദിച്ചതുമായ സകലതും ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്ന ദിനങ്ങൾ വരുന്നു. ഒന്നും അവശേഷിക്കുകയില്ലെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നിനക്ക് ജനിച്ച നിൻ്റെ സ്വന്തം പുത്രന്മാരിൽ ചിലരെയും പിടിച്ചുകൊണ്ടുപോകും. ബാബിലോൺ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഷണ്ഡന്മാരായിരിക്കും അവർ. ഹെസക്കിയ യേശയ്യായോട് പറഞ്ഞു, നീ സംസാരിച്ച കർത്താവിൻ്റെ വചനങ്ങൾ ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ വിചാരിച്ചു, എൻ്റെ നാളുകളിൽ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടായിരിക്കും. പ്രിയ ദൈവജനമേ, അസീറിയയുടെ ഭീഷണിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയും മാരകമായ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുകയും ചെയ്ത ഹെസക്കിയ രാജാവിൻ്റെ കാലത്താണ് ഈ ചരിത്ര പശ്ചാത്തലം 39 അധ്യായത്തിൽ ഒരുങ്ങുന്നത്. ബാബിലോൺ രാജാവായ മെറോദക് ബാലദാൻ അയച്ച ദൂതന്മാരെ സ്വീകരിച്ച ഹെസക്കിയ തൻ്റെ കൊട്ടാരത്തിലെ സകല സമ്പത്തും ആയുധപുരയും അവരെ കാട്ടിക്കൊടുക്കുന്ന വിവേകശൂന്യമായ പ്രവൃത്തിയാണ് ഇവിടെ നാം കാണുന്നത്. രാഷ്ട്രീയമായ സഖ്യങ്ങൾക്കും അതുപോലെ തന്നെ ലൗകികമായ പ്രശസ്തിക്കും വേണ്ടി ദൈവത്തിൻ്റെ മഹത്വത്തേക്കാൾ ഉപരിയായി സ്വന്തം നേട്ടങ്ങളെ രാജാവ് ഉയർത്തിക്കാട്ടി. ഈ സന്ദർഭത്തിലാണ് യേശയ്യാ പ്രവാചകൻ്റെ ഇടപെടലുണ്ടാകുന്നതും യൂദയായുടെ ഭാവി തകർച്ചയെക്കുറിച്ചുള്ള പ്രവചനം പുറപ്പെടുന്നതും. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബാബിലോൺ ഒരു ചെറിയ ശക്തിയായിരുന്നുവെങ്കിലും ഭാവിയിൽ അവർ വലിയൊരു വിപത്തായി മാറുമെന്ന് ദൈവം പ്രവാചകനിലൂടെ മുൻകൂട്ടി അറിയിച്ചു. ഈ അധ്യായം വെറും ഒരു ചരിത്ര വിവരണമല്ല, മറിച്ച് ദൈവത്തേക്കാൾ ഉപരിയായി ഒന്നാം കൽപ്പന ലംഘിച്ച് ലൗകിക ശക്തികളിൽ ആശ്രയിക്കുന്നതിൻ്റെ അപകടത്തെക്കുറിച്ചുള്ള വലിയൊരു താക്കീതുമാണ്. വിനയമില്ലാത്ത ഹൃദയവും അമിതമായ ആത്മവിശ്വാസവും എങ്ങനെ ഒരു ജനതയുടെ പതനത്തിന് കാരണമാകുമെന്ന് ഈ ചരിത്രരേഖ നമ്മെ ബോധ്യപ്പെടുത്തട്ടെ. ദൈവം നൽകിയ സൗഖ്യത്തേക്കാൾ ഉപരിയായി തൻ്റെ സമ്പത്തിനെ സ്നേഹിച്ച ഹെസക്കിയയോട് നിൻ്റെ പിതാക്കന്മാർ കരുതിയതെല്ലാം ബാബിലോണിലേക്ക് കൊണ്ടുപോകപ്പെടുമെന്ന് യേശയ്യാ പ്രവചിക്കുന്നു. രാജാവിൻ്റെ സന്തതികൾ ബാബിലോൺ കൊട്ടാരത്തിൽ നപുംസകളായി ഷണ്ഡന്മാരായി സേവനം ചെയ്യേണ്ടി വരുമെന്ന കഠിനമായ സന്ദേശമാണ് ഈ അധ്യായത്തിലെ പ്രധാന പ്രവചനം. ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നതിൽ പരാജയപ്പെട്ട ഭരണാധികാരിക്ക് ലഭിച്ച ഈ ശിക്ഷാവിധി യൂദയായുടെ പ്രവാസകാലത്തിൻ്റെ കൃത്യമായ സൂചനയായിരുന്നു. ദൈവത്തിൻ്റെ ദാനങ്ങളെ സ്വന്തം നേട്ടമായി കാണുന്ന പാപത്തിനുള്ള ശിക്ഷയാണ് ഇതെന്ന് യേശയ്യാ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. ഈ പ്രവചനം ബാബിലോണിയൻ പ്രവാസത്തിലൂടെ അക്ഷരാർത്ഥത്തിൽ പൂർത്തിയായതായി പിൽക്കാല ചരിത്രം നമുക്ക് തെളിയിച്ചു തരുന്നു. നീതിമാനായ രാജാവ് പോലും അഹങ്കാരത്തിന് വഴിപ്പെട്ടാൽ ദൈവത്തിൻ്റെ ന്യായവിധി തടയാനാവില്ലെന്ന ഗൗരവകരമായ സത്യമാണ് ഇത്. ദൈവകൃപയെ സ്വന്തം പ്രശസ്തിക്കായി ദുരുപയോഗം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഈ സന്ദേശം വലിയൊരു ആത്മീയ പാഠമായി നിലനിൽക്കുന്നു. രാജാവിൻ്റെ മുമ്പിൽ പതറാതെ സത്യം വിളിച്ചു പറയുന്ന യേശയ്യായുടെ ധീരമായ വ്യക്തിത്വമാണ് ഈ ഭാഗത്ത് തെളിഞ്ഞു കാണുന്നത്. രാജാവിൻ്റെ പ്രീതിയേക്കാൾ ദൈവത്തിൻ്റെ ഹിതത്തിന് മുൻഗണന നൽകുന്ന ഒരു പ്രവാചകൻ്റെ തീക്ഷ്ണത ഇവിടെ ദർശിക്കുവാൻ സാധിക്കും. ലൗകിക സുഹൃത്തുക്കളെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ച ഹെസക്കിയയോട് ദൈവത്തിൻ്റെ കഠിനമായ വിധി അറിയിക്കുമ്പോൾ യേശയ്യാ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. തൻ്റെ ജനതയ്ക്ക് വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് വേദനയോടാണെങ്കിലും സത്യസന്ധമായി സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രവാചകൻ്റെ വാക്കുകൾ കേട്ടിട്ടും എൻ്റെ കാലത്ത് സമാധാനം ഉണ്ടാകുമല്ലോ എന്ന സ്വാർത്ഥ ചിന്ത പുലർത്തിയ രാജാവിനേക്കാൾ യേശയ്യായുടെ ആത്മീയ ഔന്നത്യം ശ്രദ്ധേയമാണ്. വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോഴും ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു യഥാർത്ഥ ദൈവദാസനെയാണ് നാം ഇവിടെ കാണുക. ഈ പ്രവാചക സ്വരം ഇന്നും സഭയിൽ അധർമ്മങ്ങൾക്കെതിരെയും അഹങ്കാരത്തിനെതിരെയും
ഉയർന്നു കേൾക്കേണ്ടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. പ്രിയ സഹോദരങ്ങളെ, ആധുനിക കാലത്തെ വിശ്വാസിക്ക് ഈ അധ്യായം നൽകുന്ന പാഠം നമ്മുടെ ജീവിതത്തിലെ നന്മകൾ ദൈവമഹത്വത്തിനായി മാത്രം ഉപയോഗിക്കണം എന്നതാണ്. നമ്മുടെ സമ്പത്തും കഴിവുകളും മറ്റുള്ളവരെ കാണിച്ച് അഹങ്കരിക്കാനുള്ളതല്ല, താലന്തുകൾ ഉൾപ്പെടെ, മറിച്ച് ദൈവത്തിൻ്റെ കരുണയെ സാക്ഷ്യപ്പെടുത്താനുള്ള ഉപകരണങ്ങളായി മാറ്റണം. ലോകരാജ്യങ്ങൾക്കിടയിലുള്ള അധികാര പടംവലികളും ഭൗതികമായ സുരക്ഷിതത്വ ബോധവും ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയ്ക്ക് കാരണമാകുമെന്ന് ഈ വചനഭാഗം ഓർമ്മിപ്പിക്കുന്നു. പാപത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി അലംഘനീയമാണെന്നും അനീതിക്കെതിരെ ദൈവം നിശബ്ദനായിരിക്കില്ലെന്നും നാം തിരിച്ചറിയണം. എന്നാൽ ഈ വിധി പ്രസ്താവനകൾക്കിടയിലും അനുദപിക്കുന്നവർക്കായി ദൈവം തൻ്റെ കരുണയുടെ വാതിൽ എപ്പോഴും തുറന്നിട്ടിരിക്കുന്നു. പ്രവാസത്തിൻ്റെ കയ്പിലും പ്രത്യാശയുടെ കിരണങ്ങൾ ബാക്കി വയ്ക്കുന്ന ദൈവം തൻ്റെ ജനത്തെ പൂർണ്ണമായി കൈവിടുകയില്ലെന്ന സൂചനയും ഇതിലുണ്ട്. ലോകം നൽകുന്ന താൽക്കാലിക സുരക്ഷിതത്വത്തേക്കാൾ ദൈവത്തിൻ്റെ കരുതലിനെ ആശ്രയിക്കാനാണ് യെശയ്യാ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. നമ്മുടെ ജീവിത രഹസ്യങ്ങളും നന്മകളും ശത്രുക്കളുടെ മുമ്പിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് സമർപ്പിക്കേണ്ടതെന്ന് നാം പഠിക്കണം. പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങുന്ന വിശ്വാസികളായി നമുക്ക് ഈ 39-ാം അധ്യായം ജാഗ്രതയുടെ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഹെസക്കിയ രാജാവിനെ പോലെ ഭൗതിക കാര്യങ്ങളിൽ മുഴുകി ആത്മീയ നാശത്തെ മറന്നു പോകുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത്. ലോകത്തിൻ്റെ ആഡംബരങ്ങളിലും അംഗീകാരങ്ങളിലും മയങ്ങിപ്പോകാതെ ദൈവഹിതം പവിത്രമായി കാത്തു സൂക്ഷിക്കാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് ബോധ്യമുള്ളവർ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും അടിയുറച്ചു നിന്ന് ക്രിസ്തുവിൻ്റെ വരവിനായി കാത്തിരിക്കണം. നമ്മുടെ ഹൃദയമാകുന്ന കൊട്ടാരത്തിലെ നിധികൾ ലോകത്തിന് കാട്ടിക്കൊടുക്കാതെ സ്വർഗീയ നിക്ഷേപങ്ങൾക്കായി അധ്വാനിക്കാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥ സമാധാനം ലൗകിക സഖ്യങ്ങളിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിലാണ് എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. കർത്താവിൻ്റെ മടങ്ങിവരവിൽ ലജ്ജിച്ചു പോകാത്തവരായി നിലനിൽക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് നിരന്തരം അപേക്ഷിക്കാം. പ്രത്യാശ കൈവിടാതെ വിശ്വാസ ജീവിതം നയിക്കാൻ ഈ വചനം നമുക്ക് പ്രചോദനമാകട്ടെ.